ഞങ്ങളുടെ നല്ല സുന്ദരനായ ഹൈദരലിക്കാരിക്കുന്നത് ഹൈദരലിക്കാരുടെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം. ഈ സിനിമയുടെ പേര് പോലെ നമ്മൾ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങാൻ പോവാണ്. ആർക്കെതിരെയുള്ള കേസാ? പല ആളുകൾക്കെതിരെ കേസ് അന്വേഷിക്കാറുണ്ട്. എന്തൊക്കെയോ പരിപാടിയായിട്ടാണ്. എന്തായാലും ഒരു നല്ലൊരു സിനിമ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നു. അത് സുഖേട്ടൻ്റെ കൈകളിലൂടെ ഭദ്രമായിട്ട് പോയിരിക്കുന്നു. എത്ര സിനിമകൾ ചെയ്ത വ്യക്തിയാണ്. താങ്കളുടെ മുമ്പിൽ ഇരിക്കാൻ കഴിയുന്നതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കുന്നു. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഇരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. എപ്പോഴും കാണാറുണ്ട് സംസാരം. പക്ഷെ ഒരു സിനിമയുടെ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഇപ്പോഴാണ്. അത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു. പക്ഷെ സിനിമ എല്ലാം മാറ്റങ്ങളാണ് അല്ലേ സുഖേട്ട? വർഷങ്ങളായിട്ട് സുഖേട്ടൻ യാത്ര ചെയ്യുന്നു. സിനിമകൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ സിനിമയല്ല ഇന്ന്, അന്നത്തെ ടെക്നോളജി അല്ല ഇന്ന്. എല്ലാത്തിലും സുഖേട്ടൻ്റെ ഒരു കയ്യൊപ്പുണ്ട് അല്ലേ? ഈ യാത്ര എങ്ങനെ കാണുന്നു സുഖേട്ട? ഈ കാലഘട്ടത്തിലുള്ള യാത്രയും ഞാനിതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് പോലെ തന്നെ ഇത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അത് തന്നെ പരിപാടി. അതെങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ രഹസ്യം, അത് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കങ്ങനെ നോക്കാലോ രാവിലെ അല്ലേ? അല്ലേ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൂടെ പറഞ്ഞു കൊടുക്കുക. അല്ല, നമ്മൾ കറണ്ട് സിനാരിയോയിൽ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എനിക്കൊന്ന് മിനിമൽ എഫേർട്ട് അത്രയെങ്കിലും വേണം. ഇവിടെ നടക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ വേൾഡ് സിനിമ നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണേൽ ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാം യൂട്യൂബുണ്ട്, OTTs ഉണ്ട്, എല്ലാ വഴിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടും മനസ്സിലാക്കിയും നമ്മൾ മുന്നോട്ട് പോവുക, അതാണ്. പിന്നെ നമുക്ക് ചുറ്റുമുള്ള പണ്ടത്തെ പോലെയല്ല, മെയിനായിട്ടൊരു സാധനം നമുക്ക് ചുറ്റും എന്താ നടക്കുന്നത് നമ്മൾ കൂടുതൽ അവെയർ ആവേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ. കാരണം നമ്മൾ പറയുന്ന ഒരു വാക്കോ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്തിയോ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആവാനും നമ്മളെ ഇൻഫേമസ് ആക്കാനും രണ്ടിനും കഴിവുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. നേരത്തെ അതില്ല. കാരണം ഇത്രയും പേര് അറിഞ്ഞു വരണമെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റേയാൾക്ക് അറിഞ്ഞ് റിപ്ലീസ് എന്നിട്ട് പണ്ട് റിപ്ലൈ പറഞ്ഞത് ഒരാൾ മറ്റേയാൾ പറഞ്ഞ് മറ്റേയാൾ 4 പേര് അങ്ങനെ പറഞ്ഞു പോയാൽ തന്നെ പിറ്റേന്ന് കാലത്താകത്തില്ല. ഇതിപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ലോകം മുഴുവൻ അറിയും. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പോകുക എന്നുള്ളതാണ്. ആ ഒരു യാത്ര സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ശരിയും തെറ്റുകളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഏതുമായിട്ട് സിങ്കായി പോകുന്ന പറ്റുന്നോ അതിനൊക്കെ സിങ്കായി പോകുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ നെഗേറ്റ് ചെയ്തിട്ടൊന്നും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കണ്ടിട്ടൊന്നും കാര്യമില്ല. നമുക്ക് സ്മൂത്തായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക, ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഹാപ്പിയായി ജീവിക്കുക, അത് മാത്രം. അതാണ് ഏറ്റവും ആവശ്യം. അതിന് ഹാപ്പിയായിട്ട് ജീവിക്കുക. എനിക്ക് പഴയകാല നടന്മാരെ വെച്ച് നോക്കും നമ്മൾ. ഇതൊക്കെ പുതിയ തലമുറയിലാണ്. സുഖേട്ടന് വർക്ക് ചെയ്യുമ്പോൾ എത്രയോ സിനിമകൾ വർക്ക് ചെയ്ത് എത്ര നടന്മാരുമായിട്ട് ഒരു സംവിധാനം ചെയ്തിരിക്കുന്നു അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം തുറന്നു കാണിച്ച ഒരു സിനിമ സംവിധാനം ചെയ്താണ് അല്ലേ? മാധ്യമപ്രവർത്തക ജീവിതമാണ് തുറന്നത്. തൊടുപുഴയാണ് ഷൂട്ടിങ്. ആ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഞാൻ വന്നിട്ടുണ്ട്. ആ ഒരു കട്ടയുടെ ആ ഒരു ചായക്കടയിൽ നിന്ന് അശോകൻ ചേട്ടനൊക്കെ ഇരിക്കുന്ന ആ ലൊക്കേഷൻ ഞാൻ വന്ന് ഞാൻ അവിടെ ഇന്ത്യ വിഷനിലുള്ളപ്പോഴാണ് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന് എനിക്കിപ്പോൾ ഓർക്കണം. അത് നമ്മുടെയൊക്കെ ജീവിതം തുറന്നു കാണിച്ചത്. അങ്ങനെ എത്രയോ സിനിമകൾ ക്യാമറ ചലിപ്പിച്ച് എത്രയോ ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ പുതുതലമുറയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇവരൊക്കെ പുതുതലമുറയാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്ന 3 പേരിൽ സുഖേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളുകയും സുഖേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കുറച്ച് എന്ന് ചെയ്യുന്നു. ഈ 3 പേരിൽ ഒരാളുടെ പേര് പറയാമോ? ആലോചിച്ച് പറയണം. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്ത് വല വീശിട്ടുണ്ട്. ഗോകുലിനൊരു പേടിയില്ല, പറഞ്ഞോളാൻ പറയാം. അല്ല, ഞാനത് പറയുമ്പോൾ 3 പേരും കോംപ്രമൈസ് ആയി വിചാരിക്കരുത്. ഒരിക്കലുമില്ല. 3 പേരോടും ഞാൻ പറയുന്നത് 3 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരെങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്നു നമുക്ക് ഒരേ ചോദ്യം 3 പേര് ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം പുതിയ ടെക്നോളജി പഠിച്ചു. പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ടേ നമ്മള്. അതിൽ പേടിച്ചിരിക്കായിരുന്നു. അല്ല, നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു നമുക്ക് അറിയാലോ ഒരാളുകളെ. ഞാൻ ഒരു കൗതുകം എന്ന നിലയിൽ മാത്രം ചോദിച്ചാൽ. അല്ലല്ല, ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ്. കാരണം ഒരിക്കലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അസ്കർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ കോംപ്ലക്സിറ്റി അല്ല ഈ ഗോകുൽ ചെയ്ത ഒരു ക്യാരക്ടറിന്, അതല്ല രാഹുൽ ചെയ്തത്. 3 ലെവൽസിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഗോകുലിനോട് പറയുന്ന പോലെ അതിങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് ഒരിക്കലും അസ്കറിനോട് പറയേണ്ടി വരില്ല. അത് തന്നെ രാഹുലിന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ ഇവരോടുള്ള അടുപ്പം എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 3 പേരായിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസിയാണ് കാര്യങ്ങൾ പറയുന്നത്.
മൂന്നുപേരോട് ഒരേപോലെ തന്നെ എടുപ്പുണ്ട്, പിന്നെ തീർച്ചയായും പറയേണ്ടത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരാൾക്ക് വേണ്ടത് അല്ലേ? താങ്കളൊക്കെ അല്ല, ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെ ഈ എൻ്റെ പ്രായം എന്നെ ബാധിക്കാൻ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജനറേഷനിലെ ആൾക്കാരും ആയിട്ടും ഞാൻ വളരെ സിംഗിൾ പോകുന്ന വ്യക്തിയാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അത് ഇവരാണ് പറയേണ്ടത്. അല്ല, ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ഒരു റാഡിക്കൽ ഇതായിരുന്നു, കുറച്ച് കൂടുതൽ ഇപ്പോഴത്തെ നമ്മൾ ന്യൂ ജനറേഷൻ സി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചിന്താഗതിക്കാരനായിരുന്നു തോന്നുന്നു. എന്നെ അപ്പോൾ അന്ന് കുറേ ആൾക്കാർ ചീച്ച വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ആ പ്ലേസ്മെന്റ് കറക്റ്റായി, ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായി വന്നത്. ഒരു പാഠം കറക്റ്റായിരുന്നു അല്ലേ? രാവിലെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റുകളെ കുറിച്ച് ഞാൻ സുഖമായിട്ട് സംസാരിച്ചിരുന്നു. രാവിലെ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കേസ് ഡയറിയാണ് അല്ലേ, ഒരു പോലീസിന്റെ ഒരു അന്വേഷണമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ചേർത്താണ് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? സുഖേട്ടൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്നും കണ്ട വ്യക്തി അല്ലേ, ആദ്യമായിട്ടായിരിക്കും ഒന്നിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ? സുഖേട്ടൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്ല, ഇടയ്ക്ക് പക്ഷെ രാഹുലിന് നല്ല പരിചയം കേട്ടോ അതിന് മുമ്പ് തന്നെ. വർക്ക് ചെയ്യുന്ന എപ്പോഴാണ് പരിചയം. നമ്മളെ പോലെ തന്നെയാ പരിചയമുണ്ട്. അല്ല, അതല്ല, ചേട്ടന്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രേട്ടന്റെ പടത്തിൽ ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു. ചന്ദ്രേട്ടന്റെ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ശ്രീലങ്കയിലായിരുന്നു ആ പടത്തിന്റെ ഷൂട്ട്. ആ പടത്തിന്റെ പേര് അത് മറന്നുപോയി. ആ പടത്തിൽ സുഖേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആണ് ക്യാമറ ഹാൻഡിൽ ചെയ്തത്. അനിയൻ ചിത്രശാല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അനിയട്ടനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയാം, ചന്ദ്രൻ്റെ കൂടെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ചെന്നൈയിൽ പടം തുടങ്ങുന്നത്. എന്ന് 19 what years ago was your first this thing? 1985. ചന്ദ്രൻ സ്റ്റാർട്ടഡ് ബിഫോർ ദാറ്റ് 1970s. അപ്പോൾ അന്നത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, വിത്ത് ലിമിറ്റഡ് ഒരു ക്യാമറയും ഒരു അങ്ങനെ വലിയ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഒരു സോണിയുടെ ക്യാമറ എന്തോ ആണ്, സോണിയും അല്ലെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ ശ്രീലങ്കയിൽ സോണി വന്നിട്ടില്ല. സോണി വന്നല്ല, കാനന്റെ ഒരു ക്യാനും 2-3 ലെൻസും അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളത് ഔട്ട് കാണണം. ഞാൻ ഞെട്ടിപ്പോകും. അതാണ് ആ സമയം, അതാണ് ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന റിവേഴ്സ് ക്യാമറ ആക്സിഡന്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന റിവേഴ്സ് ഷോട്ടൊക്കെ എടുത്തത്. നമുക്ക് എങ്ങനെയാണ് എടുത്തത് എന്ന് ഇപ്പോഴും എനിക്ക് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കൂല. അന്ന് ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അന്നൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു സുഖേട്ടനടുത്ത്, ചന്ദ്രേട്ടനെന്ന് പറഞ്ഞായിരുന്നു. സുഖേട്ടൻ ഷോ ലൊക്കേഷൻ വന്നപ്പോഴും പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്താൽ കൊള്ളാമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ പുറത്താണ് എന്താണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ തന്നെ ഞാൻ സുഖേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്. ഓബിയസ്ലി എന്ത് വലിയ എക്സ്പീരിയൻസിൽ വന്നപ്പോഴാണ് മാർക്കറ്റി മനസ്സിലായത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.